ഗവർണറുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നു. ഗവർണറുടെ സഞ്ചാരപാത സംബന്ധിച്ച വിവരങ്ങൾ വീണ്ടും ചോർത്തി നൽകുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട്. SFI DYFI നേതാക്കൾക്കാണ് വിവരങ്ങൾ കൈമാറുന്നത്. അതേസമയം പ്രതിഷേധങ്ങൾക്കിടയിൽ തിരുവനന്തപുരം ദന്തൽ കോളേജിൽ ഗവർണർ ചികിത്സയ്ക്കെത്തി. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, ഗവർണറുടെ യാത്രാ വിവരങ്ങൾ വീണ്ടും കൃത്യമായ രീതിയിൽ എത്തേണ്ടിടത്ത് എത്തുന്നു എന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നത്. ഗവർണറുടെ ഉദ്യോഗസ്ഥ വലയത്തിൽപ്പെട്ട CPM അനുഭാവികളായ ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങളെല്ലാം DYFI SFI പ്രവർത്തകർക്ക് ചോർത്തി നൽകുന്നുവെന്നാണ് ഇന്റലിജൻസ് ഗുരുതരമായ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ നാം കണ്ടതാണ്, ഗവർണർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയതു മുതൽ രാജ്ഭവനിലേക്ക് എത്തുന്നത് വരെയും SFI പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം കാണിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഗവർണർ ഏതൊക്കെ വഴിയിലൂടെയാണ് പോകുന്നത് എന്നത്, ഏതൊക്കെ സമയത്ത് എവിടെയൊക്കെ എത്തുമെന്ന് കൃത്യമായ വിവരം ഈ SFI പ്രവർത്തകർക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വിഷ്ണു, കഴിഞ്ഞ ദിവസം അതായത് കേരള സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും സെനറ്റിലേക്ക് നോമിനേഷൻ നടന്നതിനു പിന്നാലെ തന്നെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് രാജ്ഭവനിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് തന്നെ SFI പ്രവർത്തകർ ഈ രാജ്ഭവനിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ തന്നെ അപ്പോൾ തന്നെ SFIയുടെ സംസ്ഥാന നേതൃത്വം, SFIയുടെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ, കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഗവർണറെ ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന പ്രതിഷേധം നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ പരിപാടിയിൽ എത്തുമ്പോൾ ആദ്യമായിട്ട് SFI പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരേക്ക് എത്തുന്നു. അവിടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുന്നു. അല്പസമയം നിർത്തി അദ്ദേഹത്തിന് ആ പരിപാടിയിലേക്ക് പോകാൻ സാധിക്കുന്നു. അന്നു തന്നെ അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലേക്ക് പോകുന്ന വഴിക്ക് തിരുവനന്തപുരത്ത് രണ്ടിടത്ത് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ബോധപൂർവം പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ SFI പ്രവർത്തകർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SFIയുടെ പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടി പ്രധാന റൂട്ട് മാറ്റി മറ്റൊരു വഴിയിലൂടെയാണ് ഗവർണർ എയർപോർട്ടിലേക്ക് പോയത്. പക്ഷെ ആ വഴിയും എങ്ങനെ പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക്, അവരുടെ അടുത്തേക്ക് എത്തി അവരെ അറിഞ്ഞു എന്നതായിരുന്നു പ്രധാനമായി അന്നുയർന്ന ചോദ്യം. അതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ, അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ, CI റാങ്കിലുള്ള അതുപോലെ തന്നെ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പോലും ഈ പ്രതിഷേധക്കാർക്ക്, അതായത് SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിന് ഗവർണർ പോകുന്ന അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് പ്രോഗ്രാമുകളെല്ലാം തന്നെ ചോർത്തി നൽകുന്നു എന്ന ഗുരുതരമായ ഒരു വീഴ്ച ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സംഘം തന്നെ ഗവർണറുടെ സുരക്ഷയുമേലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു ചോദിച്ചതുപോലെ തന്നെ, പക്ഷേ പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട്, നേർക്കുനേർ നിന്ന് പോരാടാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ഗവർണർ സ്വീകരിക്കുന്ന കാഴ്ചകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പരിപാടിക്കും 2 ദിവസം മുമ്പ് കാലിക്കറ്റ് സർവകലാശാലയിലെത്തിയ ഗവർണർ പിറ്റേ ദിവസം ക്യാമ്പസ് ആകെ സഞ്ചരിച്ചു നോക്കുന്നു. അദ്ദേഹത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ അദ്ദേഹം തന്നെ നേരിട്ട് SFIയുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും വലിയ പരിഹാസ രൂപേണയുള്ള മറുപടി SFIക്കെതിരെ നടത്തുന്നു. ഗവർണർ മുഖ്യമന്ത്രിക്കും അതുപോലെ സർക്കാരിനും CPMനും പാർട്ടി നേതൃത്വത്തിനുമെതിരെയുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇത്രയും പ്രതിഷേധമുണ്ടാകുമെന്ന് വീണ്ടും SFI ആവർത്തിച്ചു പറയുന്നതിനിടയിൽ കൂടെയാണ് ഇന്ന് അദ്ദേഹം സർക്കാർ ആശുപത്രിയിലേക്ക് ഇന്നും ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഇതിലും പോലീസ് യാതൊരു വിധത്തിലുള്ള നടപടിയും SFIക്കാർക്കെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരത്ത് ആദ്യത്തെ പ്രതിഷേധം തന്നെ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ SFI പ്രവർത്തകർ പാഞ്ഞെടുത്തതിൽ ഗവർണർ അങ്ങോട്ട് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഈ പോലീസ് നടപടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതും ആദ്യം ചെറിയ വകുപ്പുകൾ ചുമത്തിയുള്ള നടപടിയായിരുന്നു. പിന്നീടാണ് 124 ചുമത്തി ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വിഷ്ണു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത്, VIP മോട്ടോർക്കേഡ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സുരക്ഷയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം Z കാറ്റഗറിയിലുള്ള സുരക്ഷയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാഷ്ട്രപതി അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ടവർക്ക് നൽകുന്ന Z കാറ്റഗറിയിലുള്ള സുരക്ഷയിലാണ് ഗവർണറും സഞ്ചരിക്കുന്നത്. അവിടേക്കാണ് ഈ മോട്ടോർക്കേഡ്, അതായത് സുരക്ഷാ മോട്ടോർക്കേഡ് കടന്ന SFI പ്രവർത്തകരുടെ
പ്രതിഷേധമെത്തുന്നത്. ആ പ്രതിഷേധത്തിൽ പോലീസ് എത്രമാത്രമാണ് കരുതലോടെ കാര്യങ്ങൾ നീക്കുന്നത് എന്നതാണ് ചോദ്യം. കാരണം ഇന്നും അദ്ദേഹം പ്രധാനമായും കവടിയാറുള്ള രാജ്ഭവനിൽ നിന്നും ഇറങ്ങി കവടിയാറ് വഴി അദ്ദേഹം പട്ടം വഴിയാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി മെഡിക്കൽ കോളേജിലെ ദന്തൽ കോളേജിന്റെ മുൻവശത്ത് SFI പ്രവർത്തകർ ബാനർ കെട്ടിയിരുന്നു എങ്കിൽ പോലും ആ ബാനർ നീക്കം ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന് വേണമെങ്കിൽ ചാലക്കുഴി വഴിയുള്ള ആ റോഡ് സ്വീകരിക്കാമായിരുന്നു, കുമാരപുരം വഴിയുള്ള വഴി സ്വീകരിക്കാമായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള വഴികൾ മെഡിക്കൽ കോളേജിൽ നിന്നും വരാനുണ്ടായിട്ട് പോലും പോലീസ് അദ്ദേഹത്തെ പട്ടം വഴി തന്നെ, അതായത് വന്ന വഴി തന്നെ തിരിച്ചും കൊണ്ടുപോകാനുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം, അതായത് SFI പ്രവർത്തകർ എവിടെയാണ് ഉള്ളത് എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നത്. ഇവിടെ ഇന്നുണ്ടായ പ്രതിഷേധം പട്ടം ജംഗ്ഷനിലാണ്. ഗവർണർ വരുന്ന വഴിക്ക് SFI പ്രവർത്തകർ ഏകദേശം ഒരു 5 or 6 വരുന്ന SFI പ്രവർത്തകരാണ് കരിങ്കൊടിയുമായി ആ മോട്ടോർ വാഹനത്തിന്റെ മുമ്പിലേക്ക് ചാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. പക്ഷേ ഗവർണറെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ഒരു സംഘടനയുടെയും രക്ഷാപ്രവർത്തകർ ഇല്ലാത്തതുകൊണ്ട്, പോലീസും വലിയ തോതിലുള്ള ഒരു സംരക്ഷണം ഒരുക്കാത്തതുകൊണ്ട് പക്ഷെ അദ്ദേഹം കടന്നുപോയി എന്നത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും പറയാനും സാധിക്കുന്നത്. എന്തായാലും ഗവർണർക്കെതിരായ പ്രതിഷേധം ശക്തമാക്കി SFIയും അവരെ വെല്ലുവിളിച്ച് നേരിടാൻ ഒരുങ്ങി തന്നെ ഗവർണറും നിൽക്കുന്നത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതലായ പ്രതിഷേധങ്ങളും അതുപോലെ പ്രതികരണങ്ങളും ഉണ്ടാകാൻ തന്നെയാണ് വിഷ്ണു സാധ്യത.